ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നിപ്പോൾ ഞാനുള്ളത് ജോലി സ്ഥലത്താണ്. ഞാൻ ജസ്റ്റ് ഒരു ഏർലി ഷിഫ്റ്റ് ആയിരുന്നു. ഇന്ന് പെസവ്യാഴാണ്. അപ്പോൾ ഒരു ഏർലി ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞത് വീട്ടിൽ പോകാനായിട്ട് റെഡി. ഇപ്പോൾ സമയം 3:30 അവൻ 2 മിനിറ്റ്. അപ്പോൾ വീട്ടിൽ പോകാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന പിന്നെ പെസവ്യാഴല്ലേ, ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ മറ്റേ പാല് കുറുക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാം. ഇപ്പം എനിക്ക് നാളെ ഞാൻ ലോങ് ഡേ ആണ്, വർക്കിംഗ് ആണ്. എന്നാലും എനിക്ക് തോന്നി വേണ്ട ചെയ്യാൻ. കാരണം കഴിഞ്ഞ വർഷം ഞാൻ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കി, പാലൊക്കെ കുറുക്കി ഞങ്ങൾ സെറ്റായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കില്ല. കാരണം ഞാൻ എന്താ പറയുക, കൊഴുക്കട്ട ശനി ഒരു ദിവസം മാത്രമേ എനിക്ക് ഓഫ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ വണ്ടി പിടിച്ചവിടെ കിടന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് പാലൊക്കെ കുറുക്കാം, ഒരു വ്ളോഗൊക്കെ ചെയ്യാം. ഇറ്റ്സ് ബീൻ ലൈക്ക് എ വൈൽ. ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്യാണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ലൈക്ക് എന്ത് പറ്റി എന്നൊരു ചോദ്യം എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അപ്പോൾ ഈ പറയണം, ലെറ്റ്സ് ഗോ ഹോം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് വഴിനീളെ കാണാം. യെസ് ഗായ്സ്, കോട്ടിട്ടു എന്നുള്ളൂ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ബാക്കിൽ കാണുന്നതാണ് ഗായ്സ് ഹോസ്പിറ്റൽ. അപ്പോൾ ഡ്രസ്സ് മാറാണ്ട്, ഐ മീൻ യൂണിഫോം മാറാണ്ട് വീട്ടിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന വളവിനാണ് ഗൈസ് എൻ്റെ വീട്. സോ അത് കാരണം ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ യൂണിഫോം മാറിയിട്ടല്ല പോകാറ്, ജസ്റ്റ് കോട്ടിടും. പിന്നെ ആകപ്പാടുള്ളത് ഒരു ചോറ്റും മാത്രം അതാണല്ലോ മെയിൻ. അപ്പോൾ അത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ചില ദിവസം ബാഗ് കൊണ്ടുപോകും. പക്ഷേ മെയിനായിട്ട് നമ്മുടെ ചോറ്റുപാത്രത്തിൻ്റെ ബാഗ് മാത്രമാണ് ഞാൻ എടുക്കാറ്. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണാം. മറ്റേ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഒരു നഴ്സുമയം. അത്ര മോശമായിട്ടല്ല, പക്ഷെ നമ്മൾ ആ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരിത്. അപ്പോൾ ഐ വാസ് ലൈക്ക് മുടിയിടാം. ഓക്കെ, ഇനി വേറെ തേങ്ങ മേടിക്കാൻ പോകേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ബാഗും ഒരു കവറും. ബാഗ് കണ്ടാൽ സഞ്ചി വെക്കാനുള്ള ബാഗാന്ന് പറയില്ലെങ്കിലും നമ്മളെങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് ഷൂ ഒക്കെ ഇട്ടിട്ട് പോയിട്ട് വരാം ഗൈസ്. മെയിനായിട്ട് മേടിക്കാനുള്ള കുറച്ച് തേങ്ങ മേടിക്കണം. പിന്നെന്താ, മുട്ട മേടിക്കണം. അങ്ങനെ കുറച്ച് നമ്മുടെ പലചരക്ക് സാധനം മേടിക്കാനൊക്കെ പോകണേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ പോകും പലചരക്ക് മേടിക്കാൻ. ഇല്ല, വെറും ഷോ. ഓക്കെ, പോട്ടെ. OOTD ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് പോണേ. ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയായിപ്പോൾ ഇവിടുത്തെ ജീവിത രീതികളും ശൈലികളും. പെട്ടെന്ന് ഇറങ്ങട്ടെ. ഓക്കെ, പെട്ടെന്ന് ഇറങ്ങട്ടെ എന്ന് കുറേ നേരം പറയണം. പക്ഷെ ഇറങ്ങണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചട്ടങ്ങാണ്. കട്ടിൻ്റെ ഇരിക്കുന്ന ടൂൾസ് വലിച്ചിറക്കണം. ടൂൾസ് മീൻസ് ചിരവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സംസാരിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ കാര്യം പറഞ്ഞതുപോലെ ഇച്ചിരി ചടങ്ങാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ കട്ടിൻ്റെ അടിയിലിരിക്കുന്ന ടൂൾസ് മൊത്തം വലിച്ചിറക്കണം. വാക്കത്തി, ചിരവ, തേങ്ങ വെട്ടാനും ചിരണ്ടാനൊക്കെ. അപ്പോൾ അങ്ങനെ. പക്ഷെ നമ്മളൊരു കാര്യം വിചാരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആകാശം കാണാൻ ഡ്രസ്സല്ലേ, ഒരു കാര്യം വിചാരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് ഒരു കാലം മുന്നോട്ട് വെച്ചാൽ അത് പുറകോട്ട് വെക്കരുത്. പുറകോട്ട് വെച്ചാൽ 10 മുന്നോട്ട് വയ്ക്കാൻ മാത്രമായിരിക്കും. ആകാശം കാണാൻ രസമുണ്ടല്ലേ. അത് ഷോ യു ഗൈസ്. നാളായി ഇങ്ങനത്തെ ഒരു കാഴ്ചയും അന്തരീക്ഷമൊക്കെ കണ്ടിട്ട്. അതിൽ ഇരുട്ട് കണ്ട് പക്ഷെ ഇല്ലാണ്ടായി ഒരു പാട്ടില്ല സാധനം. ഓക്കെ, എനിവേ ജസ്റ്റ് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടന്നാൽ ടൂട്ടിങ് ബ്രോഡ്വേ മാർക്കറ്റായി. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് കാണാം ഗൈസ്. ആൽഡി കയറിയിട്ട് മറ്റേ പെസാപ്പ് ഒന്നും അവിടെ കിട്ടില്ലല്ലോ. കിട്ടുമായിരിക്കും, പക്ഷെ പക്ഷെ എനിക്ക് അതിൻ്റെ പിന്നാലെ നടക്കാൻ വയ്യ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനത്തെ ഒരു പെണ്ണ വാങ്ങിച്ചത് ടീഡ്സിൻ്റെ വിസിലായിട്ട് കാണിക്കാൻ കഴിച്ചത്. നിറച്ച് മാർക്കറ്റ്, നിറച്ച് ആൾക്കാരാണ്. ഓക്കെ, ബൈ. ആലോചിക്കായിരുന്നു ഈ ആൾക്കാരെങ്ങനെയാണോ ഈ കടയിൽ കയറിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം. ആദ്യം പോയിട്ട് അവിടെ കൺസെൻറ്റ് വയ്ക്കണ്ടേ. പിന്നെ അതുപോലെ നിറച്ച് ആൾക്കാരും ആയിരിക്കില്ലേ. ഇപ്പം തന്നെ ആൾക്കാർ ഇതിൽ കൂടെ ആരുമില്ല, എന്നാലും ഇപ്പം തന്നെ ആൾക്കാർ നോക്കണം. ഓക്കെ, ഇരിക്കുന്ന കേസ് നമ്മുടെ തേങ്ങ.
ഓക്കെ, നമുക്കൊരു തേങ്ങ മതി. ഈ ചരണ്ടാൻ ആൾ വേണ്ടേ. നമ്മൾ മേടിക്കുമ്പോൾ വിളിച്ച് നോക്കിയിട്ടൊക്കെ നമ്മൾ മേടിക്കാറ്. ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തേങ്ങ കിട്ടി. ഇനിയിപ്പോൾ ശർക്കര ഞാൻ ആലോചിക്കായിരുന്നു ഇങ്ങനെ കോഴിക്കട്ടയും കൂടി ഉണ്ടാക്കില്ല, എന്തായാലും തേങ്ങ ചരണ്ടണം. അപ്പോൾ കോഴിക്കോട്ടച്ചിനി എന്തായാലും കോഴിക്കട്ട ഉണ്ടാക്കിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ കോഴിക്കട്ടയും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ തിന്നൂടെ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാരൻസൊക്കെ ഇങ്ങനെ, ഞങ്ങൾക്ക് അങ്ങനെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെൻ വി ആർ ഞങ്ങളിങ്ങനെ വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. പക്ഷേ എനിക്കതിനൊന്നും അല്ല, എനിക്കെന്തെങ്കിലും കാണുന്നത് ഞാൻ ഉണ്ടാക്കി തിന്നാറുണ്ട്. ഞാൻ ആ തലയ്ക്ക് പൊക്കത്തിരിക്കുന്ന മുട്ടൻ ജാഗ്രതയാണ് ശർക്കര. എന്നിട്ട് ഞാൻ ആ കടയുടെ ഓണറുടെ അടുത്ത് ചോദിച്ചേക്കാം, ഓണറാണെന്ന് പറയാൻ പാടില്ല, പണിക്ക് നിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത്. കണ്ടോ, അത് കാണുന്ന മൊത്തം ശർക്കരയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സാളൊക്കെ മേടിച്ചു. നമ്മൾ ആ ബെന്ന് ആൾഡീന്ന് മേടിച്ചു. പിന്നെ ബെന്നിന്നൊക്കെ ഇപ്പോൾ ആൻറ്റി നേഹ ഡ്രസ്സ് ഇവിടെ ഉണ്ടാകുന്നെങ്കിൽ എന്നെ കളിയാക്കിയനെ. വീട്ടിലെ അമ്മാമ്മയൊക്കെ എപ്പോഴും ബെന്നിന്നാണ് ഗൈസ് പറയാറ്, ബണ്ണിന് പകരം. അത് കേട്ട് വളർന്നു ഞാനും ബെന്നൊക്കെ പറയണത്. ഓക്കെ ഗൈസ്, സോ പച്ച പരിഷ്കാരികൾക്ക് വേണ്ടിയിട്ട് ബണ്ണ് മേടിച്ചു. പിന്നെന്താ തേങ്ങയും ശർക്കരയും മേടിച്ചു. തേങ്ങയും ശർക്കരയും മേടിക്കുകയും ചെറിയ കട നമുക്കൊരു മറ്റേ ടൈപ്പ് കടയില്ല ഗൈസ്, ഓഫ് ലൈസൻസ് അല്ല, ഈ നമുക്ക് ഇന്ത്യൻ സ്റ്റോഴ്സൊക്കെ പോലത്തെ, ഇന്ത്യൻ അല്ല പക്ഷെ വേറെ ഏതോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ അവരെന്നോട് പറയാണ് 3 കൊണ്ടിട്ട് താഴത്ത് സാധനം വിൽക്കില്ല. കാർഡ് ടാപ്പ് ചെയ്യാൻ പറ്റില്ല, പൈസ തരാം. ഞാൻ എവിടെ നിന്ന് പൈസ കൊടുക്കുന്നത്? അവസാനം വില കൂടി ശർക്കര, വില കുറഞ്ഞുണ്ടായി വില കൂടിയുണ്ടായി, വില കൂടി ശർക്കര എടുത്തപ്പോൾ 3 കൊണ്ട് തികഞ്ഞു. അപ്പം അങ്ങനെ അത് മേടിച്ച് കഴിച്ചു. ഒരു സാധനം മേടിക്കുക ഇറങ്ങി നടക്കൂല, ചിലവ് ചുരുക്കി ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല ഗൈസ്, നടക്കൂല. ലണ്ടൻ അതിന് സമ്മതിക്കില്ല നമ്മളെ. അയ്യോ, ഇവിടെ വരെ പോകേണ്ട കാര്യം ഉണ്ടായുള്ളൂ. ഇപ്പം സമയം എന്തായി? നഴ്സിംഗ് മേഖലയിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, വാച്ച നക്കണം നെഞ്ചത്ത്. ഓക്കെ, ഇപ്പോൾ സമയം 4:15 ഗൈസ്, 4:15. പെട്ടെന്ന് ഡ്രസ്സ് മാറട്ടെ, എന്നിട്ട് പെട്ടെന്ന് വീട്ടിലുടുപ്പിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഗൈസ് നമുക്ക് ചിരവിൻ ഇത് ഉണ്ടാക്കാനായിട്ട് വഴി പറയാം ഗൈസ്. അപ്പം നമുക്കിപ്പോൾ ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പുള്ളിക്കാരൻ നിന്ന് കുക്ക് ചെയ്യാണ്. എനിക്കറിയാമല്ല ഞാൻ എങ്ങനെ നിങ്ങളോട് വീഡിയോ എടുത്ത് വർത്താനം പറഞ്ഞ് ഞാൻ കുക്ക് ചെയ്യുന്നു. ബിക്കോസ് അങ്ങനെ ചെയ്താൽ തന്നെ അങ്ങനെ അറിയില്ലേ അയാൾ യൂട്യൂബറിന്. കുറച്ച് ഇങ്ങനെ പോവാണെങ്കിൽ എടുക്കാൻ കേസ് ചെയ്യും. One eternity later. ഗൈസ്, അപ്പോൾ ഞാൻ തേങ്ങ മുറിച്ചു. അപ്പോൾ മുറിച്ചു എന്നാണോ പറയാ, വെട്ടി. ഞാൻ നേരത്തെ പറഞ്ഞാൽ വെട്ടി, ഇതൊക്കെ തന്നെ വന്നതാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ വെട്ടി എന്നാണ് പറഞ്ഞത്. തേങ്ങ 2ആയിട്ട് പൊതച്ചു എന്ന് പറയുന്നത് പുറത്തെ സാധനമല്ലേ, എന്തെങ്കിലും ആവട്ടെ. തേങ്ങ 2 ഇങ്ങനെ ഇതാക്കി. ഇനിയിപ്പോൾ ചിരണ്ടണം. ഇതാണ് ഇപ്പം ഞാൻ ചിരണ്ട തേങ്ങ. ഇതാണ് ഗൈസ് ഞാൻ ചിരണ്ട തേങ്ങ. കാണാമോ? ഞാൻ റൂമിൽ നിന്ന് ചിരണ്ടി, കാരണം ഇനിയിപ്പോൾ ആ പുള്ളിക്കൊരു ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞധികം സമയം കളയല്ല. ഓക്കെ ഗൈസ്, സോ കുക്കിംഗ് ഒന്നും ഞാൻ കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബൊക്കെ ഉണ്ടാക്കണേ, അപ്പോൾ പിന്നെ അതിന് പിന്നെ റിപ്പീറ്റേഷൻ ആവില്ലേ, അത് കാരണം കൊണ്ട്. നമ്മുടെ ഇഡ്ഡലി ചെമ്പില്ല ഗൈസ്. അപ്പോൾ ഞാനീ പറയുമ്പോഴും മറ്റേ പുട്ടുകുറ്റിയിലാണ് ഗൈസ് നമ്മുടെ മറ്റേ ഉണ്ണിയപ്പലല്ല, കയ്യും പുള്ളി ഇതുണ്ടാക്കണേ, കോഴിക്കട്ട ഉണ്ടാക്കണേ. ഇതിങ്ങനെ ഓരോന്നും ചുട്ടെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ എവിടെയൊക്കെയോ
എന്തൊക്കെയോ ആയി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഐ മീൻ ചെയ്തെത്തിയിട്ടുണ്ട്. നമ്മുടെ പാല് കുറുക്കി കഴിഞ്ഞു. പിന്നെ കൊഴുക്കട്ട ഇങ്ങനെ പതുക്കെ ആയിക്കൊണ്ടിരിക്കണം, കാരണം പുട്ടുറ്റിയിലാണ് നമ്മൾ മറ്റേ ഇതുണ്ടാക്കണേ കൊഴുക്കട്ട. സോ അത് പതുക്കെ ആയിക്കൊണ്ടിരിക്കണം. പിന്നെ ആവശ്യമായി ഗൈസ്, മെസ്സ് മൊത്തം എനിക്ക് ഇനി ക്ലീൻ ആക്കാൻ നിൽക്കണം. കൊഴുക്കട്ട ഉണ്ടാക്കാൻ തോന്നിയത് ഒരു ഇച്ചിരി കടന്ന് കൈയായിപ്പോയി തോന്നിപ്പോയി. പാല് കുറുക്കാൻ എളുപ്പമാണല്ലോ പിന്നെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അമ്മേ എൻ്റെ അടപ്പ് തെറിച്ച്. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയായി. ചെറിയ കുട്ടി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഇതാണ് ഇത് ഇപ്പോൾ പാല് കുറുക്കിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് എന്താണ് ഈ കളറിലിരിക്കാൻ ഇങ്ങനെ, പക്ഷേ യൂഷ്വലി വൈറ്റ് ആണ്, പക്ഷേ ഇതൊരു ബ്രൗണിഷ്, എനിക്ക് തോന്നുന്നു ഏലക്കായൊക്കെ ചേർത്തന്നെയാന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാമല്ലോ ഗായ്സ്, സൂപ്പറായിട്ടുണ്ട്. ഒരു കൊഴുക്കട്ട ഞാൻ അറിയാൻ ഉണ്ടാക്കിയപ്പോൾ വെന്തോന്ന് നോക്കാനായിട്ട് തിന്നുപോയി. മത്ത് പിടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ തലയ്ക്ക്. അയ്യോ, അതും ഇത് പറഞ്ഞാൽ ഞാൻ കാണാൻ ഭംഗിയുള്ള എടുത്തോണ്ട് വന്നപ്പോൾ അതും ഒരു ആളെറിഞ്ഞ് കൊല്ലാനുള്ള രീതിയിലാണ് അതിൻ്റെ വലിപ്പമൊക്കെ. നമ്മുടെയൊക്കെ വീട്ടിൽ പാല് കുറുക്കുന്നത് വൈറ്റ് കളറിലാണ്, മറ്റേ പഞ്ചസാര ഇടണോണ്ട് നമ്മളങ്ങനെ മറ്റേ ഇത് ചേർക്കില്ല, ശർക്കര ചേർക്കില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ട്സ് കോട്ടയത്ത് നിന്ന്, അപ്പോൾ അവരൊക്കെ അവിടെ ശർക്കരയാണ് ഉണ്ടാക്കണേ. അവരെന്ന് മാത്രമല്ല മിക്കവരും ശർക്കര എന്നാണ് പറഞ്ഞേട്ടെ. സോ നിങ്ങൾ ആരൊക്കെയാണ് ഗൈസ്? ഞാൻ മാത്രം, ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണോ ഉള്ളൂ ഈ വെള്ളം? പക്ഷെ ഞങ്ങളുടെ വീട്ടിലല്ല, തറവാട്ടിൽ അവരൊക്കെ ഉണ്ടാക്കാൻ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഞാൻ കണ്ടേക്കണേ. ആരൊക്കെയാണോ വീട്ടിൽ വൈറ്റ് കളറിൽ ഇത് ഉണ്ടാക്കണേ, പാല് കുറുക്കണേ, അവരൊക്കെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ് ഹു എൽസ് ഈസ് മേക്കിംഗ് ഇങ്ങനെ വെള്ള കളറിലുള്ള പെസാപ്പാല്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വ്ളോഗാണ്, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.